ഞാന് ആ ആ പുസ്തകം ഉണ്ടോ? ഇല്ല, എനിക്കൊന്ന് റീപ്രിന്റ് ചെയ്യണം. നല്ല പുസ്തകമാണ്, അനേകർക്ക് ഞാൻ കൊടുത്തതാണ്, ഫ്രീ ആയിട്ട് കൊടുത്തു. കാരണം ഞാൻ ബഹറിൽ പോയി ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അച്ചായന് അന്നത്തെ കാലഘട്ടത്തിൽ 40,000 രൂപ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാസ്റ്റ് ഇത് പ്രിന്റ് ചെയ്യണം. ഞാൻ അങ്ങനെ അത് എഴുതി പ്രിന്റ് ചെയ്തു. 2000 കോപ്പി അനേകർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇനി 2-3 കോപ്പിയേ ഉള്ളൂ എൻ്റെ. അത് തരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് റീപ്രിന്റ് ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഒരു വഴി തുറന്നാൽ അത് പ്രിന്റ് ചെയ്ത് അനേക സഭകൾക്കും വ്യക്തികൾക്കും കൊടുക്കണം. കാരണം അനേകം ഇത് വായിപ്പാനും രക്ഷിക്കപ്പെടുന്നതിനും ഒക്കെ ഇടയായിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഞാൻ സ്റ്റഡി നടത്തിയ പുസ്തകമാണ്, നന്നായി കഷ്ടപ്പെട്ട പുസ്തകമാണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇവിടെ ഈ മൊണാർക്കിയനിസം അതിന്റെ സ്പെല്ലിംഗ് വേണ്ട എഴുതി എടുത്തോളാൻ ഞാൻ പറയുന്നു. MONARCHIANISM, മൊണാർക്കിയനിസം. ഒന്നുകൂടെ ഞാൻ പറയാം, സ്പെല്ലിംഗ് നോക്കി എഴുതിക്കോ. MONARCHIANISM, മൊണാർക്കിയനിസം. കിട്ടിയോ? സ്പെല്ലിംഗ് കിട്ടിയോ? അതായത് ഈ മൊണാർക്കിയൻ എന്ന് പറയുന്ന ആള് പറയുന്നത് ഒരാളെ ഉള്ളൂ. അത് പിതാവായ ദൈവമാണ്, ഒറ്റ ദൈവം. ദൈവം എന്ന് പറയുന്ന ഒരാളെ. എന്നാൽ ഈ ദൈവം എന്ന് പറയുന്ന ആള് പഴയ നിയമത്തിൽ യഹോവയായി പ്രത്യക്ഷപ്പെട്ടു. പഴയ നിയമത്തിൽ യഹോവയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. പുതിയ നിയമത്തിൽ ക്രിസ്തുവായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അഥവാ സഭായുഗത്തിൽ ഈ ദൈവം ആരായിട്ട് പ്രത്യക്ഷപ്പെട്ടു? പരിശുദ്ധാത്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഒറ്റയാള് ആരൊക്കെയായിട്ടാ? പഴയ നിയമത്തിൽ യഹോവയായിട്ട്, പുതിയ നിയമത്തിൽ ക്രിസ്തുവായിട്ട്, പിന്നെ സഭായുഗത്തിൽ പരിശുദ്ധാത്മ യുഗത്തിൽ ആരായിട്ടാ? പരിശുദ്ധാത്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഞാന് സജി എന്ന് പറയുന്ന ആള്, ഞാന് എന്റെ വീട്ടിൽ എന്റെ ഭാര്യയ്ക്ക് ഭർത്താവ്, നിങ്ങൾക്ക് അധ്യാപകൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് പപ്പ, അല്ലേ? എത്ര പേരുണ്ട് ഞങ്ങള്? ഞാനെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? 3 ഒരാളെ ഉള്ളൂ, അല്ലേ? ഈ ഒരാൾ എത്രയായി മാറി? 3 മാറി. ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഭർത്താവാണ്, നിങ്ങൾക്ക് അധ്യാപകനാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് പപ്പയാണ്. ഒരാൾ 3 പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മൊണാർക്കിയൻ പറയുകയാണ്, ഒരാളെ ഉള്ളൂ, ദൈവം എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ. അങ്ങാര് എത്രയായി മാറി? 3 മാറി. നമ്മുടെ ഇടയിൽ ചില വാസന്മാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് ഒരു ബലൂണിനെ വീർപ്പിച്ച് കഴിഞ്ഞ് 3 തിരിച്ച് കെട്ടുന്നത് പോലെയാണ് തൃത്വം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. പൂർണ്ണമായി തെറ്റായ ഒരു ഉപദേശമാണ്. ഒരിക്കലും ബലൂണിനെ 3 തിരിക്കുന്ന അല്ല തൃത്വം എന്ന് പറയുന്നത്. ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച്. തൃത്വം എന്ന് പറയുന്നത് God in 3 persons, blessed Trinity എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. God in 3 persons എന്നാണ്. 3 വ്യക്തിത്വങ്ങളാണ്. But they are becoming as one. 3 ആളത്വങ്ങളോട് കൂടിയ ഏകത്വമാണ് തൃത്വം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? 3 ആളത്വങ്ങളോട് കൂടിയ ഏകത്വമാണ് തൃത്വം എന്ന് പറയുന്നത്. God in 3 persons. 3 persons എന്ന് പറയുന്നത് God the Father, God the Son, God the Holy Spirit. 3 persons. ഞാൻ തെളിയിക്കാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. അല്ലത് വായിച്ചേരെ, 3-ന്റെ 17-ാമത്തെ വാക്യം ഇത് വായിച്ചേ. ഒന്നുകൂടി പറഞ്ഞ സാറേ റഫറൻസ്. മത്തായി 3-ന്റെ 17-ാമത്തെ വാക്യം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നോക്കിക്കേ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ അവിടെ ആരുണ്ട്?
അടുത്ത് വായിക്കുന്നത് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പ്രാവത പോലെ ഇറങ്ങി വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വേറെ ഉണ്ട്. അടുത്തത് പിതാവായ ദൈവം പറയുകയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ പിതാവായ ദൈവം വേറെ ഉണ്ട്. അപ്പൊ പിതാവായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പുത്ര തമ്പുരാനുണ്ട്, അല്ലേ? മൂന്ന് പേര് മൂന്ന് ഐഡന്റിറ്റിയാ, മൂന്ന് പ്രത്യേക ആളത്വങ്ങളാ. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വായിക്കണ്ട, അവിടെ ഇങ്ങനെ വായിക്കുന്നു, സ്തേഫാനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലെ കുറിച്ച് നോക്കി പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടു. അപ്പൊ അത്ര പേരുണ്ട് അവിടെ. പരിശുദ്ധാത്മാവുണ്ട്, അല്ലേ? പിതാവായ ദൈവമുണ്ട്, പുത്രൻ തമ്പുരാനുണ്ട്, ഇല്ലേ ജോൺ പാസ്റ്റേ? അതെ അതെ. ജോൺ പാസ്റ്റേ ഒരുപാടൊക്കെ ചിന്തിച്ചുകൊണ്ട് അർത്ഥമില്ല. അപ്പൊ നോക്കിക്കേ, മൂന്നാളത്വങ്ങൾ. ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറയണം നിങ്ങളോട്? ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഇത്രയും ഓർക്കുക, തൃത്വം എന്ന് പറയുന്നത് ഒന്നിന്റെ മൂന്ന് അവസ്ഥാഭേദങ്ങളല്ല, മറിച്ച് മൂന്ന് ആളത്വങ്ങളുടെ ഒരു ഏകത്വമാണ് തൃത്വം എന്ന് പറയുന്നത്. ഞാനും ജോൺ പാസ്റ്ററും നിമ്മി സിസ്റ്ററും മൂന്നാളുകളാണ്. ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് പേഴ്സണാലിറ്റി ആണുള്ളത്, അല്ലെ? ജോൺ പാസ്റ്റർ പേഴ്സണാലിറ്റി അല്ല സജി പാസ്റ്റർക്ക് ഉള്ളത്, സജി പാസ്റ്റർ പേഴ്സണാലിറ്റി അല്ല നിമ്മി സിസ്റ്റർക്ക് ഉള്ളതാണോ, അല്ലെങ്കിൽ സുമാ സിസ്റ്റർക്ക് ഉള്ളത്? നമ്മുടെ എല്ലാം ആളത്വങ്ങൾ വേറെയാണ്, അല്ലെ? നമ്മുടെ സ്വഭാവങ്ങൾ വേറെയാണ്. എന്റെയും ജോൺ പാസ്റ്റർ നിമ്മിയുടെയും സ്വഭാവം ഒന്നാകുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടാ. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുന്നതല്ല ജോൺ പാസ്റ്റർ ചിന്തിക്കുന്നത്, ജോൺ പാസ്റ്റർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുന്നില്ല സൂസൻ സിസ്റ്റർ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ പിതാവായ ദൈവത്തിന്റെ സ്വഭാവവും ആളത്വവും പുത്രനായ യേശുവിന്റെ ആളത്വവും പരിശുദ്ധാത്മാവിന്റെ ആളത്വവും ഇത് മൂന്നും ഒന്നായിത്തീരുന്നു. മൂന്നാളത്വങ്ങളാണെങ്കിലും ഒന്നായിത്തീരുന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മർമ്മമാണ്. ഇറ്റ് ഇസ് എ മിസ്റ്ററി. അത് മൂന്നും ഒന്നായിരിക്കുന്നത് എന്താണ്? ഒരു വലിയ മർമ്മമാണ്. അത് മനസ്സിലാക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പഠിപ്പിക്കുന്നത്. തൃത്വത്തെ കുറിച്ച് ആരും പഠിപ്പിക്കുവാൻ ശ്രമിക്കരുത്. തൃത്വത്തെ കുറിച്ച് ആരെങ്കിലും പഠിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ അവൻ പിന്മാറ്റക്കാരനായി പോകും, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ദുരുപദേശകരായി മാറും. അതുകൊണ്ട് നിമ്മി സിസ്റ്ററോ സൂസൻ സിസ്റ്ററോ ഒന്നും എന്നോട് പറയരുത് തൃത്വത്തെ കുറിച്ച് പഠിപ്പിക്കാൻ. ഞാൻ പിന്മാറ്റക്കാരനാകുവാനും ആഗ്രഹിക്കുന്നില്ല, ദുരുപദേശകനാകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ പാസേ? അപ്പോൾ ഇതാണ് മൊണാർക്കിയ മതം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാൻ പോവാ. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തിന്റെ 10 പ്രത്യക്ഷത കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ എത്ര പ്രത്യക്ഷത? 10 പ്രത്യക്ഷത കാണുന്നുണ്ട്. ഈ പ്രത്യക്ഷത എന്നുള്ളതിന് എബ്രായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക്, സോറി നോക്കിക്കോട്ടെ, എബ്രായ വാക്കല്ല, ഗ്രീക്ക് വാക്ക് തിയോഫനി എന്നാണ്. തിയോഫനി സ്പെല്ലിംഗ് വേണ്ടി എഴുതിയെടുത്തോണം. THEOPHANY. ഒന്നുകൂടെ പറയാം, THEOPHANY, തിയോഫനി. തിയോഫനി നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ യഹോവയുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വായിക്കുന്നു. യഹോവയുടെ തേജസ്സിന്റെ
പ്രത്യക്ഷതയെ കുറിച്ച് വായിക്കുന്നു. റെഫറൻസ് എഴുതി വെച്ചോ. പുറപ്പാട് പുസ്തകം 16-10 വാക്യം, 40-34 വാക്യം, ലേവിയർ 9:6, 23, സംഖ്യ 26. യഹോവയുടെ തേജസ്. എഴുതിയില്ല സാറേ. ഒന്നുകൂടെ പറയാം, വിഷമിക്കണ്ട, ഒന്നുകൂടെ പറയാം, 1-2 പ്രാവശ്യം പറയാം. അപ്പോൾ ഈ പ്രത്യക്ഷത എന്നുള്ളൊരു ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? തിയോഫനി എന്നാണ്. തിയോഫനി. ഓക്കെ, തിയോഫനി കിട്ടിയല്ലോ. അപ്പോൾ ഈ തിയോഫനി എന്ന് പറയുമ്പോൾ യഹോവയുടെ തേജസ്സിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നു. യഹോവയുടെ തേജസ്സിന്റെ പ്രത്യക്ഷത, അതിന്റെ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പുറപ്പാട് 16:10, 40-34, ലേവിയർ 9:6, 23, സംഖ്യ 26. ഇത്രയും വാക്യങ്ങളില് യഹോവയുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വായിക്കുന്നു. യഹോവയുടെ തേജസ്സിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. സംഖ്യ 20-ാം അധ്യായം 6-ാമത്തെ വാക്യം, 20:6. നിമിസിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആളല്ലേ? നാളെ ആരാധനയല്ലേ? ഞാൻ ഹൗസ് വൈഫാണ്. ജോലി ചെയ്യുന്നില്ലയോ? ഇല്ല. ശരി. ജോലി ഒത്തിരി ഉണ്ട്, ഇല്ലാന്ന് പറയാക്കത്തില്ല. ജോലി ഒത്തിരി ഉണ്ട്, ഇല്ലാന്ന് പറയാക്കത്തില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുകയാണ്. അതുപറ്റി പ്രോജക്റ്റ് കഴിഞ്ഞു, 2 മാസമായി. പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെത്ര പേരാ? മക്കൾ 2 പേര്. മോള് 22 വയസ്സ് കഴിഞ്ഞു, മോന് 21 വയസ്സ് കഴിഞ്ഞു. രണ്ടുപേരും ജോലിയാണോ, പഠിക്കുകയാണോ? വരും. ഇപ്പൊ ജസ്റ്റ് കയറിയതേ ഉള്ളു ജോലിക്ക്. ട്രെയിനിങ് നടന്നു. മോള് കയറിയോ? മോള് കയറിയതേ ഉള്ളു. 2 വർഷം നവംബറില് ഇതേ സമയം സിംഗപ്പൂരിൽ വന്നു. അവിടുന്ന് ഞാൻ ബ്രൂണയ്ക്ക് പോയി. ബ്രൂണ കേട്ടിട്ടുണ്ടോ? അറിയാം. കറൻസി ആന്നല്ലോ. അതിനുശേഷം വീണ്ടും ജനുവരിയില് വീണ്ടും സിംഗപ്പൂരിൽ വന്നു. അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ പെർത്തിൽ പോയി. നിങ്ങൾ അവിടെ ഏത് ചർച്ചിലാണ് പോകുന്ന ആരാധനയ്ക്ക്? ഞങ്ങള് എബനേസർ മലയാളം ഫെലോഷിപ്പ്. ഏതാ? ഇൻഡിപെൻഡന്റ് ചർച്ച. ഒരു മലയാളം ഫെലോഷിപ്പേ ഉള്ളൂ. ആകെ ഒരു മലയാളം ഇല്ലയോ? കേട്ടില്ല. IPC ഡിനോമിനേഷൻ ഒന്നുമില്ല. സിംഗപ്പൂരിൽ ആദ്യമായിട്ട് IPC ചർച്ച ആരംഭിച്ചത് ഫാസ്റ്റർ MV വർഗീസ് ആണ്. അത് കേട്ടിട്ടുണ്ടോ? TPM ചർച്ച ആയിരുന്നു. അല്ലല്ല, TPM ഉണ്ട്. അതല്ല, IPC ചർച്ച ആരംഭിച്ച ഫാസ്റ്റർ MV വർഗീസ് ആണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ ഫാസ്റ്റർ K. എബ്രഹാം ആദ്യമായിട്ട് സിംഗപ്പൂരിലേക്ക് അയച്ചു. അദ്ദേഹം അവിടെ പോയി. അന്ന് കപ്പലിലാണ് പോകുന്നത്, പ്ലെയിനൊന്നുമില്ല. 4 ദിവസം 5 ദിവസത്തെ യാത്ര ചെയ്ത് അവിടെ ചെല്ലും. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? പോട്ടെ. എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരനുണ്ട്, വിൻസെന്റ് സാമുവൽ. തമിഴ് ചർച്ചാണ് സിംഗപ്പൂരിലെ. അതുപോലെ വേറൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാസ്റ്ററായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. തുമ്പോൺകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി, മറിയാമ്മ. തോമസ് അദ്ദേഹത്തിന്റെ മറിയാമ്മയുടെ ഭർത്താവിന്റെ പേര്. മക്കൾ 2 പേരുണ്ടായിരുന്നു. ഒരാളുടെ പേര് എബനേസർ എന്നും വേറൊരാളുടെ പേര് മറന്നുപോയി. അവരൊക്കെ ഇപ്പൊ അമേരിക്കയിലാണ്. അവർക്കൊരു മോളേ ഉള്ളൂ. അവൾ ഇപ്പോൾ തുമ്പോണ് താമസമുണ്ട്. അപ്പൊ അവരെയൊക്കെ എനിക്കറിയാം. ഓക്കെ, പോട്ടെ. അപ്പോൾ ദൈവത്തിന്റെ തേജസ് പുറപ്പെട്ടു വന്നതിനെ കുറിച്ച് പറയുന്ന വാക്കെന്താ? തിയോഫനി എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. അപ്പം തേജസ് പ്രത്യക്ഷനായത് മാത്രമല്ല, പിന്നെന്താ? ദൂതൻ പ്രത്യക്ഷനായി. അതിനും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിയോഫനി എന്നാണ്. ദൂതൻ പ്രത്യക്ഷനായതിനെ കുറിച്ച് ചില വാക്കുകൾ റെഫറൻസ് എഴുതി വയ്ക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 13:28. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം.
മത്തായി 2:13-19, ലൂക്കോസ് 1:11, 22:43. അപ്പൊ ദൂതൻ പ്രത്യക്ഷനായി. ഈ വാക്കുകളെല്ലാം കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ന്യായാധിപന്മാർ 13:28, മത്തായി 2:13, 19, ലൂക്കോസ് 1:11, 22:43. ഇവിടെ എല്ലാം ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നു. അപ്പോൾ യഹോവയുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇവരെല്ലാം ഉപയോഗിക്കുന്ന വാക്കേതാ? തിയോഫനി എന്ന വാക്കാണ്. ഇനി വേദപുസ്തകത്തിൽ മോശയും ഏലിയാവും പ്രത്യക്ഷരായി വായിക്കുന്നു. മോശയും ഏലിയാവും പ്രത്യക്ഷരായെ കുറിച്ച് വായിക്കുന്നു. മർക്കോസ് സുവിശേഷം 9:4 ലൂക്കോസ് 9:30, മത്തായി 17:3. ഇവിടെ മൂന്നിടത്തും ഏലിയാവും മോശയും പ്രത്യക്ഷരായെ കുറിച്ച് വായിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രത്യക്ഷ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? തിയോഫനി എന്ന വാക്കാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് പഴയ നിയമത്തിൽ റെഫറൻസ് ഒന്നുകൂടെ പറയാം. പറയാമല്ലോ. മർക്കോസ് 9:4, ലൂക്കോസ് 9:30, മത്തായി 17:3. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട 10 പ്രത്യക്ഷതയെ കുറിച്ച് വായിക്കുന്നു. പഴയ നിയമത്തിൽ ധാരാളം പ്രത്യക്ഷതയെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട എത്ര എണ്ണമാ? 10 എണ്ണമാണ്. അത് ഞാനിത് പറയാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. 10 പ്രത്യക്ഷതകൾ, പഴയ നിയമത്തിലെ 10 പ്രത്യക്ഷതകൾ. ജോൺ പാസ്റ്റേ, അടുത്ത 2 ആഴ്ച സഭയിൽ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പ്രസംഗിക്കാൻ പഠിപ്പിക്കണം. ഓക്കെ. അപ്പൊ ഒന്നാമത്തത് അബ്രഹാമിനുണ്ടായ പ്രത്യക്ഷതകളാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ജോൺ പാസ്റ്റേ സഭാവിശ്വാസത്തിലുണ്ടോ? ഉണ്ടോ ജോൺ പാസ്റ്റേ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അത് ഭാഗ്യമായി. അതിൽ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ. പാസ്റ്റ് അങ്ങനല്ല, ഷജിസാർ പഠിപ്പിച്ച് അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ 10 എണ്ണം. അപ്പം അതിലൊന്നാമത്തതാണ് എന്ത്? അബ്രഹാമിന്റെ പ്രത്യക്ഷതകൾ. അബ്രഹാമിനുണ്ടായ പ്രത്യക്ഷതകൾ. ഉൽപ്പത്തി പുസ്തകം 12:7, 17:1, 18:1, 22:1. ഈ 4 എണ്ണം മാത്രം പ്രസംഗിക്കാൻ 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം കേട്ടോ. അപ്പം നിങ്ങൾ എടുത്തിട്ട് വായിക്കണം, പഠിക്കണം. അപ്പോൾ ഒന്നാമത് അബ്രഹാമിന്റെ പ്രത്യക്ഷതയാണ്. ഏതൊക്കെയാണ്? 1, ദേശം വിടുവാനുള്ളതായ കൽപ്പന. അതിനകത്ത് വായിക്കുന്നു, നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെയും സ്വദേശത്തെയും എല്ലാം വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാന്ന് പറയുന്നു അല്ലേ. അപ്പോൾ യഹോവയായ ദൈവം പറയുന്നത് എത്ര കാര്യങ്ങൾ വിടാനാ? 4 കാര്യങ്ങൾ വിടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ച് വായിച്ചറിയാം. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? 4 കാര്യങ്ങൾ വിട്ടപ്പോൾ 14 അനുഗ്രഹങ്ങൾ കൊടുത്തു. കണ്ടോ, ദൈവം ആർക്ക് കടക്കാനുള്ളത് പറയുന്നതിന്റെ അർത്ഥം അതാ. നീ 4 വിട്ടാൽ എത്ര തരും? 14 കർത്താവ് മടക്കി തരും. നമ്മൾ ആത്മാർത്ഥമായി വിടണമെന്നേ ഉള്ളൂ. കർത്താവ്, ഞാൻ 4 എണ്ണം വിടുവാ, നീ തരുവോ? നീ തരുവോ കർത്താവ്? എനിക്കൊക്കെ വിശ്വാസം പോലെ കർത്താവ്, നീ തരുവോ കർത്താവ്? നീ തരുവോ കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിനെ ചോദ്യം ചെയ്ത് വിട്ടാൽ ഒരു പ്രയോജനമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വായിക്കണം. 12-ാം അധ്യായം 1 മുതൽ 10 വരെയുടെ വാക്ക്, 8 വരെയുടെ വാക്കുകൾ വായിച്ച ശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം.
നിമ്മി സിസ്റ്റർ നിങ്ങളുടെ സോദരി സമാജത്തിലെ ക്ലാസ് എടുക്കണം. അന്നേരം സജി സാർ നിങ്ങൾ ഓർത്തോണം. എന്താ സിസ്റ്ററെ, എന്താ മാമ, എന്താ ആന്റി, അത് പഠിപ്പിക്കണം. സഭാവിശ്വാസം എല്ലാം പഠിക്കണം. നിങ്ങളെന്താ ഞാൻ പഠിക്കുന്നത്? എസ്താറിനോട് ചോദിച്ചതുപോലെ ഞാൻ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഈ സ്ഥാനത്തേക്ക് വന്നത്? നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ശരിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം വിടാൻ വേണ്ടിയാണ്. രണ്ടാമത് പരിച്ഛേദന എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഒരു ദൂത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 18-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മൂന്നാമത്തെ പ്രത്യക്ഷതയാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്തത്വം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ നിനക്ക് അടുത്ത വർഷം ഇതേ സമയത്ത് ഒരു സന്തതിയെ തരും, അല്ലേ, ചേർത്തുകൊള്ളും, അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ചിലരെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അബ്രഹാം ഒരു വലിയ കാളക്കുട്ടിയെ അറുത്ത് 3 അടങ്ങഴി മാവ് കൊണ്ട് 3 പേർക്ക് ഓരോ അടങ്ങഴിയുടെ വലിയ അപ്പം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന് സന്തതിയെ കൊടുത്തത്. അത് ശരിയാണോ? എനിക്കൊരിക്കലും വിശ്വസിക്കാൻ ഒക്കാത്തൊരു കാര്യം. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരി തെണ്ടിയാണോ ഏവം തീർത്ത ദൈവം, അല്ലെ? 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരി തെണ്ടിയാണോ ഏവം തീർത്ത ദൈവം. പാൽ പായസം നൽകുകയിൽ സ്വർഗത്തിലേക്കുള്ള ആ പാസ്പോർട്ട് എഴുതുന്നത് എന്ത് ദൈവം, അല്ലെ? ചങ്ങമ്പുഴ പറഞ്ഞു, ചങ്ങമ്പുഴയുടെ വരികളാണ് ഞാൻ പറഞ്ഞത്. ചങ്ങമ്പുഴ പറഞ്ഞു, നമ്മുടെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എണ്ണപ്പാടങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് കൂടുതലും എണ്ണ കൊടുത്ത് പ്രസാദിപ്പിക്കാമോ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചങ്ങമ്പുഴയുടെ വരികളാ. എണ്ണപ്പാടങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് കൂടുതലും എണ്ണ കൊടുത്ത് പ്രസാദിപ്പിക്കാമോ? സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു മെഴുകുതിരി കൊടുത്ത് പ്രസാദിപ്പിക്കാമോ? ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു കോഴിക്കുഞ്ഞിനെ കുറിച്ച് പ്രസാദിപ്പിക്കാമോ? ഒക്കുവോ? ഒക്കത്തില്ല. അപ്പൊ അതിനോട് ചേർത്ത് ഞാനൊന്ന് പറയാറുണ്ട്, ചങ്ങമ്പുഴയുടെ വരികളോട് ചേർത്ത് ഞാൻ പറയാറുണ്ട്, ഇടിവെട്ടിക്കുന്ന ദൈവത്തെ വെടിപൊട്ടിച്ച് പ്രസാദിപ്പിക്കാമോ? കൺവാസേ, അപ്പം നമുക്ക് ദൈവത്തിന് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് 50-ാം സങ്കീർത്തനത്തിൽ, ഇത്രയൊക്കെ ഉണ്ടാക്കി എന്നെ നീ ഒരു ഹന്യാവും ഒരു ഫോദനയാവും കൂടെ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണോ? അത് മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, ഹന്യാഗ് നീ ചോദിച്ചില്ല എങ്കിൽ ഞാനത് നൽകുമായിരുന്നു, ഫോദനയാഗ് നീ ഇച്ഛിച്ചില്ല എങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. ദൈവമേ നീ ആഗ്രഹിക്കുന്നതാണ് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. അല്ലേ പാസ്റ്റർ ബിജു? ശരിയാണോ ഞാൻ പറയുന്നത്? ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത് ബിജു പാസ്റ്റർ. അല്ല, എനിക്ക് നെറ്റ്വർക്കിന്റെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ട്രാവലിംഗിലായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതെ, ഓക്കെ. അപ്പം ഞാൻ പറയാം, ഈ അബ്രഹാമിന്റെ പ്രത്യക്ഷത മാത്രം നിങ്ങൾ സമാജത്തിൽ പ്രസംഗിക്കണം. ഒരുപാട് പ്രസംഗിക്കാനുണ്ട്, നന്നായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് പറയാനുണ്ട്. പോട്ടെ, അതങ്ങൂടെ. രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മകനായിരുന്ന ഇസ്ഹാക്കിനുള്ളതാണ്. നിങ്ങൾ റെഫറൻസുകൾ മാത്രം കുറിച്ച് വയ്ക്കുക, വായിച്ച് പ്രസംഗിക്കുക. ഉൽപ്പത്തി പുസ്തകം 26:2-24. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും. മൂന്നാമത്തെ പ്രത്യക്ഷത അബ്രഹാമിന്റെ കൊച്ചുമകനായിരുന്ന യാക്കോബിനുള്ളതാണ്. അബ്രഹാമിന്റെ കൊച്ചുമകനായിരുന്ന യാക്കോബിനുള്ളതാണ്. രണ്ടാമത്തെ റെഫറൻസ് ഒന്നുകൂടി പറയാ സാറേ. ഉൽപ്പത്തി 26:2-24. യാക്കോബിന് ദൈവം ഒരുപാട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. 28-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ താന് ലൂസ് എന്ന് പറഞ്ഞ പട്ടണത്തിലായി. അവിടെ വെച്ച് രാത്രിയിൽ കിടക്കുവാൻ
ഒരിടമില്ലാതെ, തലേണ വെക്കുവാൻ തലേണയില്ലാതെ ഒരു കല്ലെടുത്തു വെച്ച് അതിൽ തല വെച്ച് കിടന്നു. അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, തലയിൽ വെച്ച് കൈ വെച്ച് അനുഗ്രഹിച്ച അപ്പനുമില്ല, ഉപദേശം കൊടുത്ത അമ്മയും കൂടിയില്ല. ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും വിട്ടുപോകും. എന്നാൽ ആ ഭാഗത്ത് വായിക്കുന്നത് ഞാൻ 28-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ നിന്നോട് കൂടെ. വലിയൊരു അനുഗ്രഹമല്ലേ? ഒരു വലിയ പ്രത്യക്ഷതയല്ലേ? പലരും നമ്മളെ കൈവിട്ടു പോകും. നമ്മുടെ അപ്പൻ നമ്മളെ ഉപേക്ഷിക്കും, നമ്മുടെ അമ്മ നമ്മളെ ഉപേക്ഷിക്കും, ആര് നമുക്കില്ലാത്തൊരു അനുഭവം ഉണ്ടാകും. പലപ്പോഴും നമ്മളെ ചിന്താകുലമാക്കുന്ന വിഷയം അതാണ്. നിങ്ങൾ പലർക്കും എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാം. ഞാന് വളരെ നിരാശയോടും വേദനയോടും ഭാരത്തോടും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ഭാര്യയും ഇല്ലാതെ വന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരും നോക്കുമെന്നുള്ളത്. ഇന്നും ഞങ്ങൾ ആ കാര്യം പറഞ്ഞു. രാത്രിയിൽ ഞങ്ങൾ കിടക്കുമ്പോൾ എന്റെ ഭാര്യ സങ്കടത്തോടുകൂടി കരയാറുണ്ട്. ആര് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി? 2 പെൺകുഞ്ഞുങ്ങളാ. ആര് നോക്കും? എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒറ്റ കാര്യം ഇതാണ്: എല്ലാവരും കൈവിടാൻ നീതിമാന്റെ സന്തതി അപ്പവിലക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീതിമാന്റെ സന്തതി തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനോട് ചേർത്ത് ഞാൻ വിശ്വസിക്കുകയാണ്, നീതിമാന്റെ സന്തതി തുണിയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് തുണിയും കൊടുക്കും, തുണയും കൊടുക്കും, ആഹാരവും കൊടുക്കും, എല്ലാം കൊടുക്കും. ഇല്ലേ? എനിക്ക് പറയാനുണ്ട്, ഞാൻ കർത്താവിനെ സേവിക്കുവാൻ എന്റെ 14-ാമത്തെ വയസ്സ് ഇറങ്ങിയതാണ്. എന്റെ ദാണ്ട ഈ പഴയ വേദോത്സവം എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇത് നോക്കിയാൽ മുഴുവൻ ഇളകി പ്രചരിക്കുക. പക്ഷെ ഈ പുസ്തകം ഇല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല. എന്റെ 14-ാമത്തെ വയസ്സിൽ ഏതാണ്ട് 40 വർഷം പഴക്കമുള്ള വേദപുസ്തകമായത്. അന്നെടുത്ത വേദപുസ്തകമായത്. അതിനുശേഷം പല വേദപുസ്തകങ്ങൾ എന്റെ മേശപ്പുറത്ത് വന്നു. ഡേറ്റ്സ് ബൈബിൾ വന്നു, സ്കോഫിൽഡ് വന്നു, തോംസൺ റെഫറൻസ് വന്നു, NIV വന്നു. ഒരുപാട് ബൈബിൾ എന്റെ മേശപ്പുറത്ത് വന്നു. ആ 14-ാമത്തെ വയസ്സെടുത്ത് ദൈവവചനം എടുത്തുകൊണ്ട് ഇന്നും ഞാൻ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസ പ്രഖ്യാപനം നിങ്ങളോട് ഞാൻ പറയുക. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അതിശയങ്ങൾ പ്രവർത്തിക്കും, യാതൊരു സംശയങ്ങളില്ല. നിങ്ങളായിരിക്കുന്ന സഭകളെ അനുഗ്രഹിക്കും, നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഭാരപ്പെട്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 28-ാം അധ്യായത്തില് യാക്കോബിന് ദൈവം പ്രത്യക്ഷ. നിങ്ങൾ വായിക്കണം കേട്ടോ, വായിച്ച് പഠിക്കണം. രണ്ടാമത് 35-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം യാക്കോബിന് താക്കീത് കൊടുക്കുവാനായിട്ട് പ്രത്യക്ഷനായി. നീ എന്നോട് വാഗ്ദത്തം ചെയ്താൽ നീ എണ്ണ അഭിഷേകം ചെയ്ത് കല്ല് തൂണായി നിർത്തിയ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാം. ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആലോചന. 7-ാം വാക്യം 35-7. 9-ാം വാക്യം ഇവിടെ എല്ലാം ദൈവത്തിന്റെ പ്രത്യക്ഷത കാണുന്നു. വീണ്ടും 48-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കിട്ടിയോ? മൂന്ന് പ്രത്യക്ഷതകളെ കുറിച്ച് പറഞ്ഞു. അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രത്യക്ഷതകൾ, 2-ാമത് ഇസ്ഹാക്കിന് കൊടുത്ത പ്രത്യക്ഷതകൾ, 3 യാക്കോബിന് കൊടുത്ത പ്രത്യക്ഷതകൾ. ഉറക്കാൻ പറ്റുമോ സിസ്റ്ററെ? ഉറക്കം വരുന്നു? ഇല്ല. സ്തോത്രം. ഓക്കെ, ഇനി 4-ാമത്തെ പ്രത്യക്ഷത മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യക്ഷതയാണ്. മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യക്ഷത പുറപ്പാട് പുസ്തകം 3-2, 4-1-5. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. അപ്പോൾ 4-ാമത്തെ പ്രത്യക്ഷത മോശയ്ക്കുള്ളതാണ്. ദ അപ്പിയറൻസ് ഫോർ മോസസ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം, 4-ാം അധ്യായത്തിന് 1-5 വാക്യങ്ങൾ. ഓക്കെ, അടുത്തത് 5-ാമത് ഇസ്രായേലിന് ദൈവം കൊടുത്ത പ്രത്യക്ഷതയാണ്. ഇത്രയും ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു ജാതി ലോകത്തിലുണ്ടായിട്ടില്ല. ദ അപ്പിയറൻസ്, തിയോഫനി ടു ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അതിന്റെ വാക്യമാണ് സംഖ്യ പുസ്തകം 16-19. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാം പ്രസംഗിക്കാൻ പറയും, ദൈവം 10 ബാധകളെ ആർക്കയച്ചു?
മിസ്രൈം ദേശത്ത് അയച്ചു. മിസ്രൈം ദേശത്ത് അയച്ചു. അഥവാ മിസ്രൈമിയ ജനത്തിന്റെ മേൽ 10 വിധ ബാധകളെ അയച്ചു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവം 10 ബാധകളെ അയച്ചു. അത് പഠിച്ചിട്ടുണ്ടോ? ഇന്ന് വരെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇസ്രായേൽ മക്കളുടെ മേലും ദൈവം 10 ബാധകളെ അയച്ചു. സിസ്റ്റർ അതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവം അയച്ച 10 ബാധകളെ കുറിച്ച് ഇല്ല. ഞാൻ പറയാം, ഞാൻ ക്ലൂ പറഞ്ഞുതരാം. സംഖ്യാപുസ്തകം 5 മുതൽ 10 വരെ 15 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ എടുക്കണം. അവിടെ എവിടെയോ ഒരു അധ്യായത്തിൽ 10 ബാധകളുണ്ട്. സംഖ്യാപുസ്തകം 5 മുതൽ 15 വരെ അല്ലെങ്കിൽ 20 വരെ നിങ്ങൾ നോക്കിക്കോ. അവിടെ എവിടെയോ ഒരിടത്ത് ഇസ്രായേൽ ജനത്തിന്റെ മേൽ ദൈവം അയച്ച 10 ബാധകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടുപിടിച്ച് ആദ്യം എന്നെ അറിയിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു സമ്മാനം നൽകുന്നത്. കറക്റ്റ് ആയിരിക്കണം. ഞാൻ കഴിവുള്ളിടത്തോളം സമ്മാനം തരാതിരിക്കാൻ നോക്കും. അത് എങ്ങനെയൊക്കെ തട്ടിക്കളയാണെല്ലാം ഞാൻ നോക്കും. അതുകൊണ്ട് കറക്റ്റ് ആൻസർ തരണം. കറക്റ്റ് ആൻസർ തന്നില്ലെങ്കിൽ ഞാൻ തരത്തില്ല കേട്ടോ. അപ്പൊ 10 ബാധകൾ. അപ്പം ഇസ്രായേലിനാണ് ദൈവം ഒരുപാട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതുപോലൊരു ജാതിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കൾക്കും ഇതുപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? സംശയമാണ്. നമ്മളിൽ ആർക്ക് ദൈവം ഒരു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്? സുമസിസ്റ്റർക്ക് ഇതുപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? മേരി സിസ്റ്റർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതുപോലത്തെ അനുഭവം? പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അഗ്നി കണ്ടു. വലിയൊരു എന്റെ മുഖം പൊള്ളിയ സമയത്ത് വലിയൊരു തീകോളം എന്റെ മുന്നേ വന്ന് ഞാൻ ബോധം കിട്ടും. അങ്ങനെ നമുക്ക് കൊച്ചു കൊച്ചു അനുഭവങ്ങളെ ഉള്ളൂ. എന്നാൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം ഒരുപാട് സമയങ്ങളിൽ ധാരാളം അവസരങ്ങൾ. നിങ്ങൾ പതുക്കെ ദൈവവചനം വായിക്കേ. ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ 5 പുസ്തകങ്ങളിൽ മാത്രം ഒരു കുറഞ്ഞത് ഒരു 25 പ്രത്യക്ഷങ്ങൾ വായിക്കാൻ കഴിയും. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെയ്ക്സ് ബൈബിൾ എടുക്കണം. ഡെയ്ക്സ് ബൈബിൾ ഉള്ളവരുണ്ടോ? എത്ര പേർക്ക് ഡെയ്ക്സ് ബൈബിൾ? ഒരാളുണ്ട്. ഡെയ്ക്സ് ബൈബിൾ ഇല്ലാത്തവരെല്ലാം ഡെയ്ക്സ് ബൈബിൾ വാങ്ങിക്കണം. നിമിസിസ്റ്റോടെ ഡെയ്ക്സ് ബൈബിൾ വായിക്കണം കേട്ടോ. വലിയ വിലയൊന്നുമില്ല, 3000 രൂപയുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ CLS ചെന്നാൽ 1000 രൂപയ്ക്ക് കട്ടിയുള്ള ബൈൻഡിന് കിട്ടും. ലെതർ ബൈൻഡിന് കിട്ടത്തില്ല. ലെതർ ബൈൻഡിന്റെ മേടിക്കുന്നത് നല്ലത്, രസമുള്ളതാണ്. മറ്റേതല്ല ഇന്ത്യൻ എഡിഷനാണ്. ഇന്ത്യൻ എഡിഷൻ 950-1000 രൂപയുള്ളൂ. സത്യത്തിന് വാങ്ങിക്കരുത്. അത് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. നിങ്ങൾ CLS തന്നെ പോകണം. CLS പോയിട്ട് ഡെയ്ക്സിന് ബൈബിൾ മേടിക്കണം. 950 രൂപ വിലയേ ഉള്ളൂ. 950 രൂപ വില കൊടുത്ത് മേടിച്ചിട്ട് ദി അപ്പിയറൻസ് ടുവേർഡ്സ് ഇസ്രായേൽ എന്ന ഭാഗം എടുക്കണം. ദി അപ്പിയറൻസ് ടുവേർഡ്സ് ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ആ ഭാഗം എടുത്താൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 അപ്പിയറൻസിൽ കാണുവാൻ കഴിയും. ഓരോന്നും എടുത്ത് സാവകാശത്തിൽ പഠിപ്പിക്കണം സഭകളെ. ഇഷ്ടംപോലെ പ്രസംഗങ്ങളാ. പല ഉപദേശിമാരും പ്രസംഗത്തിന് വേണ്ടി തെണ്ടുകയാ. എന്നും ഗോലിയാത്തിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, എന്നും ഏലിയാവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, എന്നും ഇസ്ഹാക്കിന്റെ ആരാധനയെ കുറിച്ചാണ് വായിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞതിനുണ്ട്, ഈ ഏലിയാവും ഗോലിയാത്തും ഇസ്ഹാക്കും ഒന്നും വേദവസം ഇല്ലായിരുന്നെങ്കിൽ ഉപദേശിമാര് മുഴുവൻ തെണ്ടിപ്പോയിനെ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പലർക്ക് എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏലിയാവും, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദാവീദ് ഗോലിയാത്തുക, എല്ലാ ആരാധനയ്ക്ക് ഇസ്ഹാക്കിന്റെ യാഗമാ. ഒന്നും പുതിയ നിയമത്തിൽ പ്രസംഗിക്കാനില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നെങ്കിൽ അനുസരിക്കുക. എല്ലാ ഉപദേശിമാരുടെ കയ്യിലും
ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാ ഉപദേശിമാരുടെ കയ്യിലും നാട്ടിൽ വരുമ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഉൾപ്പെടെ CLS പോണം, ഒരു ദിവസം പോണം CLS. അവിടെ പോയി ഒരു വില്യം ബാർക്ലേയുടെ സെറ്റ് വാങ്ങിക്കണം. വില്യം ബാർക്ലേ ഡെയിലി ബൈബിൾ സ്റ്റഡീസ് എന്നാണ് അതിന്റെ പേര്. വില്യം ബാർക്ലേ എന്നാണ് അതിന്റെ പേര്. വില്യം ബാർക്ലേ എല്ലാവരും വാങ്ങിക്കണം. സിമ്പിൾ ഇംഗ്ലീഷാണ് വില്യം ബാർക്ലേ. അല്ലെങ്കിൽ അതിന്റെ പേരെന്താ? ഡെയിലി ബൈബിൾ സ്റ്റഡീസ് എന്നാണ്. അതിന്റെ ഒരു സെറ്റ് പുസ്തകം മേടിക്കണം. എത്ര രൂപയെന്നറിയാമോ? വെറും 800 രൂപയേ ഉള്ളൂ. ഇപ്പൊ അതിൽ 200 രൂപയുടെ കുടിക്കാണ് 900 രൂപ ആയിരിക്കും. അത് 21 വോളിയംസ് ഉണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന, ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും അത് വില കുറച്ച് തരികയാണ്. നിങ്ങൾ എല്ലാവരും മേടിക്കുക. ഒരു സെറ്റ് നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കാം. പുതിയ നിയമത്തെ കുറിച്ച് മാത്രമുള്ള വ്യാഖ്യാനമാണ് അത്. നിങ്ങൾ ഒരു വാക്യം എടുത്ത ശേഷം ഒരുപാട് പുതിയ ആശയങ്ങൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. വിശ്വാസികൾക്കൊക്കെ ഒരിക്കൽ പോലും കേട്ടില്ലാത്ത ആശയങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ രണ്ടാമത് നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ, അത് കട്ടിയാണ്, ജോൺ R.W. സ്റ്റോട്ട് എന്നറിയപ്പെടുന്ന ആളുടെ പുസ്തകം. ജോൺ R.W. സ്റ്റോട്ട്. അത് എല്ലാ പുസ്തകങ്ങളുടെയും വ്യാഖ്യാനമുണ്ട്. അത് കട്ടിയാണ്. അത് നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും ഹീബ്രു വാക്ക് വായിക്കാനും ഗ്രീക്ക് വായിക്കാനും ഒക്കെ അറിയാവുന്നതിന് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വാങ്ങിക്കണ്ട. ജോൺ R.W. സ്റ്റോട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെ വലിയ കട്ടിയാണ്. നിങ്ങൾക്ക് അത് വായിക്കാനൊക്കെ പറ്റില്ല. മിനി പാസ്റ്റർക്കൊക്കെ അതുണ്ടോന്ന് അറിയത്തില്ല. വായിച്ചാൽ നല്ലതാണ്. ഞാൻ കുമ്പനാട് കോളേജിൽ പഠിപ്പിച്ചത്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് പഠിപ്പിച്ചത് ഈ ജോൺ R.W. സ്റ്റോട്ടിന്റെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിലാണ്. എന്റെ ദൈവമേ, ഇത്രയും ആശയങ്ങളുണ്ട്, ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ പഠിപ്പിച്ചിരിക്കാൻ പറ്റില്ല. അനന്യാസിന്റെ സഫീറയും എന്തുകൊണ്ടാണ് ദൈവം ന്യായം വിധിച്ചത്? നമ്മൾ പറയും അന്യാസ സഫീറയും പണം എടുത്ത് മാറ്റി വെച്ചത് അല്ല. 7 കാരണങ്ങളുണ്ട്. ജോൺ R.W. സ്റ്റോട്ട് പറയുന്ന 7 കാര്യങ്ങളാണ്. അതുപോലെ യൂദ എന്തുകൊണ്ടാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്? നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോൾ ഒറ്റ കാര്യം പറയുന്നത് പണമോഹിയായിരുന്നത് അല്ലേ? അല്ല എന്റെ സഹോദരന്മാരെ, അതിനപ്പുറമായ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എന്നെ എഴുതുവാനും പഠിപ്പിക്കുവാനും ഒക്കെ പ്രാപ്തരാക്കിയത് ഈ പുസ്തകങ്ങളാണ്. അതുപോലെ എല്ലാ ഉപദേശിമാരുടെ കയ്യിലും ഒരു വില്യം ബാർക്ലേ സെറ്റ് ഉണ്ടായിരിക്കണം. ജോൺ R.W. സ്റ്റോട്ടിന്റെ ഒരു പുസ്തകം ഉണ്ടായിരിക്കണം. അതിന്റെ പുസ്തകങ്ങൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കണം. അതുപോലെ ഡേറ്റ്സ് ബൈബിളും മേടിച്ചു വെക്കണം. പിന്നെ പൈസ ഉണ്ടെങ്കിൽ തോമസൺ ചെയിൻ റെഫറൻസും സ്കോഫീൽഡും ഒക്കെ മേടിച്ചു വെക്കും. നല്ലതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പുസ്തകങ്ങളെ വായിക്കാനും മേടിക്കാനും. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. പ്രത്യേകം ഞാൻ ചർച്ച് ഹിസ്റ്ററിയുടെ ആളാണ്. നിങ്ങളുടെ സൈമൺ പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാൻ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഇന്ന് ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കുന്നില്ല. കാരണം സജി സാർ പഠിപ്പിച്ചാൽ നന്നായിട്ട് അത് മനസ്സിലാകുമെന്നാ പറയുന്നത്. അതുപോലെ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ പോട്ടെ. അപ്പോൾ അഞ്ചാമത്തെ ഞാൻ പറഞ്ഞത് ഇസ്രായേലിന് ദൈവം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച്. ആറാമത്തതാണ് ഗിദെയോൻ ഉണ്ടായ പ്രത്യക്ഷത. ഗിദെയോൻ ഉണ്ടായതായ പ്രത്യക്ഷത. ഗിദെയോൻ ഉണ്ടായ പ്രത്യക്ഷത. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതലുണ്ട്. അവിടെ 2-3 പ്രത്യക്ഷതകൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നാലാമത്തതാണ് ഒരു സ്ത്രീ. ഏതാ റഫറൻസ്? ന്യായാധിപന്മാരുടെ പുസ്തകം 6-12. 6-12 മുതൽ വാക്യങ്ങൾ. ഓക്കെ, 6-12. 6-ാം അധ്യായത്തിൽ വായിക്കണം. ഇപ്പൊ വായിക്കേണ്ട സമയം പോകുന്നല്ലോ. 6-ാം അധ്യായം വായിക്കണം. അവിടെ ഗിദെയോന് ചില പ്രത്യേക പ്രത്യക്ഷതകൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 7-ാമത് ഒരു സ്ത്രീക്ക് ദൈവം പ്രത്യക്ഷനാകുന്നു. ഒരു സ്ത്രീക്ക് ദൈവം പ്രത്യക്ഷനാകും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-3-10 വാക്യങ്ങൾ. ടു എ വുമൺ. ന്യായാധിപന്മാർ ജഡ്ജസ് 13-3-10 വാക്യങ്ങൾ. അടുത്ത 8-ാമത്തത് ശമൂവേൽ പ്രവാചകന് ദൈവം പ്രത്യക്ഷനാകുന്നു. 1 ശമൂവേൽ 3-21.
അടുത്തത് 9-ാമത്തത് ശലോമോന് ദൈവം പ്രത്യക്ഷനാകും. ശലോമോന് ദൈവം ഒരുപാട് സമയങ്ങൾ പ്രത്യക്ഷനായി. അതിൽ പ്രധാനപ്പെട്ട 3 പ്രത്യക്ഷതകൾ. 1 രാജാക്കന്മാരുടെ പുസ്തകം 3:5, 9:2, 11:9. 1 രാജാക്കന്മാരുടെ പുസ്തകം 3:5, 9:2, 11:9. അവസാനമായിട്ട് ദാവീദിന് ദൈവം പ്രത്യക്ഷനായി. അത് 2 ദിനവൃത്താന്തം 3:1 വാക്യമാണ്. അത് ദൈവാലയ പണി സംബന്ധമായ കാര്യങ്ങൾ പറയുവാനാണ്. ദൈവാലയ പണി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ അനേകം ദൈവം പ്രത്യക്ഷനായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജസ്റ്റ് പഠനത്തിന് വേണ്ടി മാത്രം ഞാൻ 10 പേരെ തെരഞ്ഞെടുക്കുന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഈ 10 പേർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഒരിക്കലും പറഞ്ഞില്ല. ഇത് നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് 10 പേരെ പറഞ്ഞു തന്നു. അതിനകത്തിന് അബ്രഹാമിന്റെ പ്രത്യക്ഷത 4 ഞാൻ പറഞ്ഞു തന്നു. ഇസാക്കിന്റെ 2 പറഞ്ഞു തന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ട്. ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ട 3 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. എന്നാൽ പ്രത്യക്ഷത എന്ന വാക്കിന് ഉപയോഗിച്ച വാക്കേതാ? ഏത് വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്? തിയോഫനി. യേശുക്രിസ്തുവിന്റെ അവതാരത്തെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന 2 ഗ്രീക്ക് പദങ്ങൾ ഏതൊക്കെയാ? ഇനി നമുക്ക് മടങ്ങി വരാം. ഇനി നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലേക്ക് ഉപേക്ഷിക്കാൻ പോവാം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ നമ്മൾ ഇച്ചിരി മുമ്പ് വായിച്ചു. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെ 3 വാക്യങ്ങൾ. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വാക്യങ്ങൾ നിങ്ങൾ വളരെ കാണാപ്പാഠം പഠിച്ചിരിക്കുന്ന വാക്യമാണ്. അവിടെ എബ്രായ ലേഖന കർത്താവായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകളെ കുറിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ഡിസോർഡർ ആയിട്ട് ആ വിവർത്തനത്തിൽ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ മലയാളത്തിൽ അത് ഡിസോർഡർ ആണ്. ഞാനത് ഓർഡർ ആക്കാൻ പോവുകയാണ്. 1-ാമത്തേതാണ് ഒരിക്കൽ പ്രത്യക്ഷനായി. ദ പാസ്റ്റ് അപ്പിയറൻസ്. ഹീബ്രൂസ് 9:26. ഹീബ്രൂസ് 9:26. 2-ാമത്തേതാണ് ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. വേഴ്സ് 24. ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. 3-ാമത്തേതാണ് ഇനിയും അവൻ പ്രത്യക്ഷനാകും, 2-ാമതും പ്രത്യക്ഷനാകും. വേഴ്സ് 28. ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നതാണ് പാസ്റ്റ്. ഇപ്പോൾ പ്രത്യക്ഷനായി എന്ന് പറയുന്നതാണ് പ്രസന്റ്. ഇനിയും പ്രത്യക്ഷനാകും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണല്ലോ? റെഫറൻസ് മനസ്സിലായി. അത് പറഞ്ഞല്ലോ. എബ്രായലേഖനം 9:26, 24, 28 ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞത്. ഓക്കെ. ഇനിയും ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. യേശുവിന്റെ ഐഹിക ജീവിതകാലം എന്ന് പറഞ്ഞത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലം എന്ന് പറഞ്ഞത് എന്താ? ജനനം മുതൽ ജനനം മുതല് ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള 33.5 വർഷങ്ങളെയാണ് ഐഹിക കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനനം, ശുശ്രൂഷ, മരണം, ഉയർത്തെഴുന്നേൽപ്പ്,
സ്വർഗാരോഹണം എന്നീ 5 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് യേശുവിന്റെ ഐക്യ ജീവിതത്തിൽ. മറക്കരുത്, യേശുവിന്റെ ഐക്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? യേശുവിന്റെ ജനനം, പിന്നെന്താ? ശുശ്രൂഷ, പിന്നെ മരണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, പിന്നെ സ്വർഗാരോഹണം. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകും. അതിന് നിങ്ങൾ ആർക്ക് മറുപടി പറയാനൊക്കെ ഞാൻ നോക്കട്ടെ. സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, തന്റെ ശിഷ്യന്മാർക്ക് എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? ആര് പറയുന്നത് ഞാൻ നോക്കട്ടെ. 40-ലധികം അങ്ങോട്ട് 40-ലധികം തവണ. 40-ലധികം 40-ലധികം പേർക്ക്. 40-ലധികം പേർക്കെന്താ? എത്ര പ്രാവശ്യം? അതാ ഞാൻ ചോദിച്ചത്, എത്ര പ്രാവശ്യം. ഞാൻ ഞെട്ടിപ്പോയി. ഷോ, ഇതെങ്ങനെ സിസ്റ്റം മനസ്സിലായത്? 3 പ്രാവശ്യം. രാജേഷ്, ഞാൻ ക്ലാസ്സിലാണ്. എന്തോ വിഷയം? ഞാൻ പറഞ്ഞില്ല, അതുപോലെ സമയത്തേക്ക് വന്നിട്ടാ മതി. 3 പ്രാവശ്യം. പറ എത്ര പ്രാവശ്യം യേശു പ്രത്യക്ഷനായി? ആർക്ക് പറയാം? ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പ്രിയയ്ക്ക് ആദ്യം എത്ര പ്രത്യക്ഷനായി. പ്രാവശ്യം? ഞാൻ പറയല്ലോ, നിമ്മി സിസ്റ്റം പറഞ്ഞ് 40 പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലെ പഠിക്കാത്തൊരു കാര്യം. 40 പേർക്ക്. 40 പേർക്ക്. യേശു എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? പറ, ആർക്ക് പറയാം? മറിയയ്ക്ക്. ഞാൻ ആർക്കെന്ന് ചോദിച്ചു, എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു, അതിന് മറുപടി പറയാം. 3 പ്രാവശ്യം. സോറി, ആർക്ക് പറയാം? ഈ പറ. 4 പ്രാവശ്യം. ജോൺ ബാസ് ഉറങ്ങുവാണ്. ജോൺ ബാസേ ഓയ് ഉണ്ട് സാറേ. ഉറങ്ങിപ്പോയോ? യേശു എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? 7 പ്രാവശ്യം. 3 ഞാൻ പറയുന്നത്. ആരാ 3 പറഞ്ഞേ? സൂസൻ സിസ്റ്റർ. ഞാന് 7 പ്രാവശ്യമല്ലേ സാർ? ഇല്ല, അല്ല, 10 പ്രാവശ്യത്തിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. 10 വേറെങ്കിലും അഭിപ്രായം ഉണ്ടോ? മേഴ്സി ആന്റിക്ക് അഭിപ്രായത്തിലുണ്ടോ? 4 പ്രാവശ്യമാണോ സംശയമുണ്ട്. സംശയം കറക്റ്റ് അല്ല. ബിജുബാസിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സമയം കളയുന്നില്ല, ഇപ്പൊ തന്നെ സമയമായി. 10 മിനിറ്റൂടെ മുമ്പിനുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കുക. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 10+1, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 10 പ്രാവശ്യവും സ്വർഗാരോഹണത്തിന് ശേഷം 1 പ്രാവശ്യം. അതിൽ 10 പ്രാവശ്യം പ്രത്യക്ഷനായത് ഫിസിക്കലിയാണ്, ശരീരത്തിൽ തന്നെ താൻ പ്രത്യക്ഷനായി. സ്വർഗാരോഹണം ചെയ്ത ശേഷം 1 പ്രാവശ്യം പ്രത്യക്ഷനായത് ദർശനത്തിലാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് സ്വർഗാരോഹണാനന്തരം വരെ, ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയിലായിട്ട് എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? 10 പ്രാവശ്യം. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ കേൾക്കുക. 11 പ്രാവശ്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും മധ്യേ എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? 11 പ്രാവശ്യം. 11 പ്രാവശ്യം. 10+1. അതിൽ 10 ഫിസിക്കൽ അപ്പിയറൻസ് ആയിരുന്നു, ശാരീരികമായിരിക്കുന്ന അപ്പിയറൻസ് ആയിരുന്നു. 1 പ്രാവശ്യം എന്ന് പറയുന്നത് ദർശനത്തിലൂടെ ഉള്ളതായിരുന്നു. പക്ഷെ ആ ദർശനം വെറും സ്വപ്നമായിരുന്നില്ല, കറക്റ്റ് ആയിരുന്ന ഒരു അപ്പിയറൻസ് ആയിരുന്നു. അപ്പോൾ ഒന്നെനിക്ക് വ്യക്തമായി,
നിങ്ങളിൽ പലർക്കും പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി സാവകാശത്തിലും പതുക്കെയൊക്കെ പോയാൽ മതി. എല്ലാവരും നന്നായി പഠിക്കണം കേട്ടല്ലോ. നന്നായി പഠിക്കണം, നന്നായി മനസ്സിലാക്കണം ദൈവവചനം. ഞാൻ ഈ പഠിപ്പിക്കുന്നത് പോലെ, ഞാൻ സാവകാശത്തിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളുടെ സഭകളിലൊക്കെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ വിളിച്ച് നിമി സിസ്റ്റർ പാസ്റ്റർ അനുമതിയോടുകൂടി നിങ്ങളുടെ ലേഡീസ് മീറ്റിംഗിലൊക്കെ പ്രസംഗിക്കണം. ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കണം. അവർ പലർക്കും ഇതൊന്നും അറിയത്തില്ലായിരിക്കും. സൂസമ്മ ആന്റിയും മേഴ്സി സിസ്റ്ററും മെഴ്സി ആന്റിയും ഒക്കെ ഇത് പഠിപ്പിക്കണം. ബിജു പാസ്റ്റർ എന്തോ ചെയ്യുന്നത്? സഭാ ശുശ്രൂഷയിലാണോ? ഉണ്ട് സാറേ, ചെറിയ സഭയുണ്ട് ഇവിടെ. ഞാൻ മഹാരാഷ്ട്രയിലാണ്. കല്യാണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, നാന്ദിവേലി ദേശത്ത്, നമ്മുടെ അതായത് ദൈവത്തെ അറിയാത്തവരുടെ ഇടയിലാണ് വേല ചെയ്യുന്നത്. എവിടെ? മഹാരാഷ്ട്ര കല്യാണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കല്യാണി എന്നൊരു 4-5 കിലോമീറ്റർ ദൂരെ നാന്ദിവേലി എന്ന് പറയുന്ന ഒരു ഗാവിലാണ്. അവിടെ ഞാൻ സഭാ ശുശ്രൂഷ ഉണ്ട്, അതോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നുണ്ട് സാറേ. നല്ല കാര്യം. അപ്പം ഞാൻ കല്യാണം വന്നിട്ടുണ്ട്. ഉണ്ട്, വരുമ്പം വിളിക്കുക തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ വിളിക്കുക. അല്ല, എന്തെങ്കിലും വരികയാണെങ്കിൽ വിളിക്കുക. ഓക്കെ. ഇനി ഞാൻ സിംഗപ്പൂരിൽ പോകുമ്പോഴും ഞാൻ സിസ്റ്റർ ഇന്ത്യയെ വിളിച്ചോളാം. തീർച്ചയായിട്ടും വിളിക്കാം. തമാശ പറയുന്നതാണ്, കാര്യമാക്കില്ലേ. ദൈവം എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ ചെയ്തെങ്കിലേ എല്ലാം ഉള്ളൂ. സ്തോത്രം. ഇനി 2027 വരെ ആസ്ട്രേലിയ വിസയുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ആസ്ട്രേലിയ പെർത്തിൽ പോയി നല്ല അനുഗ്രഹമായിരിക്കുന്ന ക്ലാസ്സുകൾ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു, ഫാമിലിയെ കുറിച്ച് സെമിനാർ നടത്തി. അതിനേക്കാൾ ഉപരി ഞാൻ അവിടെ ഒരു ആസ്ട്രേലിയൻ ചർച്ചിലെ പ്രസംഗിച്ചു. ഒരു പാസ്റ്റർ, അദ്ദേഹം അവിടെ ഞാൻ ഒരു ക്ലാസ് എടുത്തു, ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു. ചലഞ്ചസ് ടുവേർഡ്സ് ക്രിസ്ത്യാനിറ്റി പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറഞ്ഞു. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അതിനുശേഷം നമ്മുടെ ബ്രിസ്ബെയിൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പാസ്റ്റർ PG മാത്യൂസിന്റെ മകൻ ജസ്മിൻ, അറിയാമോ? ജസ്മിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അവിടെ പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അപ്പം ഞാൻ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് എന്നെ 18 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് രാവിലെയും 18 36 മീറ്റിങ്ങുകൾ പ്രസംഗിച്ചു. നല്ല രസമായിരുന്നു, നല്ല അനുഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സംഭവമാണ് 36ാമത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് ബ്രദറിന്റെ ഭവനത്തിലാണ്. അത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം. ഞാൻ രാത്രി മുഴുവൻ കുത്തിയിട്ട് പ്രസംഗം ഉണ്ടാക്കിയിട്ട് പ്രസംഗം ഒക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബ്ലാ പഠിച്ചിട്ട് പോരാ എന്ന് വിചാരിച്ച് വേദപുസ്തകം എടുത്തോണ്ട് ചുമ്മാ അങ്ങ് കൂടി ഒരു ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് ഞാൻ വിളിച്ചത്. ആ സഹോദരന്റെ വീട്ടിൽ ചെന്ന് ഞാൻ പ്രസംഗിക്കാനിരുന്ന വേദഭാഗം ലൂക്കോസ് 10 എനിക്കറിയത്തില്ല, ദൈവാത്മാവ് അങ്ങനെ എന്നെ നയിച്ചു. ഞാൻ ആ വാക്യത്തിൽ നിന്നും സെക്കറിയ ദ ലോർഡ് ഹാസ് ഹേർഡ് യുവർ പ്രേയേഴ്സ് എന്ന വിഷയം ഞാൻ പ്രസംഗിച്ചു. ലൂക്കോസ് 10 പ്രസംഗിച്ച ആ വിഷയങ്ങൾ നമ്മൾ വിശദീകരിച്ച് 1.5 മണിക്കൂർ നമ്മൾ പ്രസംഗിച്ചു. തീർന്ന ഉടനെ എന്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ്. തീർന്ന ഉടനെ എന്നോട് ആ സഹോദരൻ കൊച്ചു സഹോദരനാണ്. അദ്ദേഹം അവിടെ ആസ്ട്രേലിയ പഠിക്കാനായിട്ട് വന്നു. താനും ഭാര്യയും 5 വർഷമായി അവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. പാസ്റ്റർ ഇന്ന് പ്രസംഗിച്ച് മുഴുവൻ എന്നോടായിരുന്നു. ഞങ്ങളുടെ കുടുംബ വിഷയങ്ങളായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളില്ല, 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയാണ്. വളരെ ഭാരമുണ്ട്. വിസ റെഡിയായിട്ടില്ല. ഇതൊക്കെ കുറച്ച് സങ്കടങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രവചന സൂക്ഷയില്ല, ഉണ്ടാകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കളെ കിട്ടുമെന്നിട്ട് പറയാനും എനിക്കറിയത്തില്ലെന്ന്. എങ്കിലും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക ദൈവശക്തി എന്നിൽ വ്യാപരിച്ചു. ഞാന് രണ്ടുപേരുടെ തലേ കൈ വെച്ചിട്ട് പറഞ്ഞു, അബ്രഹാമിനോട് യഹോവയുടെ ദൂതന്മാർ പറഞ്ഞ പോലെ അടുത്ത വർഷം, ഈ വർഷം അവസാനിക്കുന്ന ഡിസംബർ മാസം 31-ാം തീയതിക്ക് മുമ്പ് ഷാരോൺ ഒരു കുഞ്ഞിനെ അണയ്ക്കുമെന്ന് പറഞ്ഞു. ഷാരോൺ കൊച്ചിന്റെ പേര്. ഇത് ഞാന് ഫെബ്രുവരി മാസം പറഞ്ഞ കാര്യമാണ്. ഞാനിങ്ങ് പോരുന്നു. ഞാൻ പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചതുമില്ല, ഓർത്തതുമില്ല. അവരെ ഓർത്ത് 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു.
എന്നാൽ അവിടുന്ന് ഞാൻ പോയത് ന്യൂകാസ്റ്റിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന് ഒരാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ബ്രിസ്ബെയിനിലേക്ക് വരുന്ന അവസരത്തിൽ ന്യൂകാസ്റ്റിൽ വെച്ച് ഈ ഡേവിഡിന്റെ ഒരു ഫോൺ കോൾ, സജി പാസ്റ്റർ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡേവിഡെ ഞാനിപ്പോൾ ന്യൂകാസ്റ്റിലോട്ട് പോകുന്നു. സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? ഷാരൂൺ ഗർഭിണിയാണ്, 1 മാസമായി. എങ്ങനെ കർത്താവിനെ മുഖത്ത് പ്രധാനിക്കും? അതിനുശേഷം 2 ആഴ്ച മുമ്പ് ഈ ഡേവിഡിനെ വീണ്ടും വിളിച്ചു. പാസ്റ്ററെ, നവംബർ ലാസ്റ്റ് ആണ് ഡ്യൂ ഡേറ്റ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. പാസ്റ്റർ പറഞ്ഞതുപോലെ ഡിസംബറിൽ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ അണയ്ക്കാനുണ്ട്. എങ്ങനെയുണ്ട് ശരീരസ്ഥിതി, എങ്ങനെയുണ്ട് കുഞ്ഞിനെ വളർച്ച എന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ടായിരുന്നു. ഞാൻ ദൈവത്തിന് ഒരുപാട് മഹത്വം കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിൽ വെച്ചുണ്ടായത്. ഈ കാര്യം ഞാൻ മറക്കത്തില്ല. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെല്ലാം ഉപയോഗിക്കുന്നു. ഇല്ലേ സിസ്റ്ററെ? ശ്രീദേവി സിസ്റ്ററെ, ഞാൻ ആ സിസ്റ്ററെ മുഖം ഇപ്പോഴാണ് കാണുന്നത്, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നമ്മളെല്ലാം ദൈവം ഓരോ സമയങ്ങളിലായിട്ട് ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നു. അപ്പോൾ ഇനി മടങ്ങി വരാം. അല്പം സാക്ഷ്യം കൂടെ കേൾക്കുന്നത് നിനക്ക് നല്ലതാണല്ലോ വിചാരിച്ച പറഞ്ഞത്. ബിജു പാസ്റ്റയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ ദൈവം എങ്ങനെ ഉപയോഗിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒക്കോ ശ്രീദേവി സിസ്റ്ററെ? ഒക്കത്തില്ല. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒരു അങ്ങനെ ചെയ്യാം. നമ്മളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. പാസ്റ്റർ ബിജുവിന് ഭാര്യ കൊച്ചു സഭ എന്ന് എന്നോട് പറഞ്ഞു. ആ കൊച്ചു സഭയെ വലുതാക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയുന്നില്ല. ഒറ്റ ഒരു ഉണർവ്, ഒരു 10 രോഗികൾക്ക് കൊണ്ട് സൗഖ്യമായി കഴിഞ്ഞാൽ ഇടിച്ചു കയറത്തില്ല ഇവിടെ. അതുകൊണ്ട് ദൈവപ്രവർത്തിക്ക് വേണ്ടി വെളിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗമായിട്ട് കർത്താവിന് വേണ്ടി കാണരുത്, ഒരിക്കലും കാണരുത്. ഞാൻ മറ്റൊരു അനുഭവം കൂടെ പറയാം. ഞാനൊരു സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ലേ? നിങ്ങൾക്ക് അറിയാമോ ഞാൻ സ്ഥാപനം നടത്തുന്നത്? അറിയാമോ? അതായത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എന്റെ വാട്സപ്പിലോട്ട് ഇടാമെങ്കിൽ ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന് വീഡിയോ അയച്ചു. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിരിക്കുന്ന, ബുദ്ധിവൈകല്യമുള്ളതായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനം നടത്തുന്നത്. ഇന്നലെ എനിക്കൊരു അവാർഡ് കിട്ടി. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട കയ്യിൽ എനിക്കൊരു അവാർഡ് കിട്ടി. കാരണം നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അത്ര ശക്തമാണ്. നല്ല രീതിയിൽ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർക്ക് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിൽ നിന്നുമല്ല. ഇനി ബുധനാഴ്ച വൈകിട്ട് വീണ്ടും ഒരു അവാർഡുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് ഏറ്റവും ബെസ്റ്റ് ഒരു അവാർഡുണ്ട്. 2 ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ അങ്ങനെ ഈ ബുദ്ധിവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. 130 കുട്ടികൾ അവിടെ ഉണ്ട്. 35 സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം പലപ്പോഴും പല വിഷയങ്ങളിൽ ഞാൻ ഭാരപ്പെടുന്നുണ്ട്. ഈ 35 സ്റ്റാഫിന് സാലറി കൊടുക്കാനില്ല. അതുപോലെ ഓരോ കാര്യങ്ങൾ. ഒരിക്കൽ എന്റെ ജ്യേഷ്ഠൻ മസ്കറ്റ് ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ആ സ്ഥാപന അധികാരി എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞനുസരിച്ച് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. കായംകുളത്ത് വന്നു. എന്നെ കണ്ടു. രാവിലെ വന്നിട്ട് വൈകിട്ടൊരു 6 മണിയായപ്പോഴാണ് പോയത്. പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, സജി പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വരണം. ഞാൻ ചോദിച്ചു, ഏത് ചർച്ച? മസ്കറ്റിലെ OPA ചർച്ച് പോലൊരു വലിയ ചർച്ചാണ്, ബ്രെഡ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന ചർച്ച്. അവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവരും. അങ്ങനെ ഞാൻ മസ്കറ്റിൽ ചെന്നു. അപ്പൊ ഞങ്ങൾക്ക് ബിൽഡിംഗ് ഒന്നുമില്ല, ഷെഡുകളാണ്. ഷെഡിനകത്തില് സ്ഥലം പോരാ. അതുപോലെ വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകാൻ അവസരം. അപ്പം ഞാൻ മസ്കറ്റിൽ ചെന്നു. എന്റെ ജോഷന് വേണ്ടി താമസിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ചർച്ച ചെന്നു. ഞാൻ ചെന്നപ്പോൾ എന്റെ ബിജു പാസ്റ്ററെ എല്ലാം അമേരിക്കൻസും ബ്രിട്ടീഷുകാരും ആഫ്രിക്കൻസുമാണ്. ഒറ്റ മലയാളികളില്ല. 2 3 മലയാളികൾ എങ്ങാണ്ട് കൊണ്ടു. ആ ചർച്ചയിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നു. 40 മിനിറ്റ് എനിക്ക് തന്നു. ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു, ദൈവവചനം പ്രസംഗിച്ചു, തീർന്നു. ഞാൻ വിചാരിച്ചു ഈ സായിപ്പുമാരെല്ലാം വന്ന് ഓരോ ഗിഫ്റ്റ് എനിക്ക് തരും. എല്ലാവരും $50 വെച്ച് തന്നാലും
ഇച്ചിരി കാര്യമായിട്ടൊക്കെ തരാൻ കാര്യം എല്ലാവരും ഒരു 25 പൗണ്ട് വെച്ച് തന്നാൽ കാര്യം കാണും എന്ന് വിചാരിച്ചു. ഭാഗ്യദോഷി എന്ന് പറയാം, ഞാൻ ഇറങ്ങിയപ്പോ പാസ്റ്റർ പോലും ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നില്ല. എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ദൈവമേ, വലിയ പ്രതീക്ഷയോടാണ് ഞാനത്. ഒന്നും ആരും തന്നില്ലല്ലോ, എനിക്ക് വേണ്ടി അല്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർത്തു. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യായമായ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനില്ല, നീ എന്തിനാ വിഷമിക്കുന്നത്? ന്യായമായ കൂലി അത് ഞാൻ കേട്ടു, അങ്ങ് ഉറച്ചു. 1-2 ആഴ്ച കൂടെ ഞാൻ ജ്യേഷ്ഠന് വീട്ടിൽ താമസിച്ച് അവിടെ ചർച്ചിലൊക്കെ പോയി. നാട്ടിൽ വന്നിരുന്നപ്പോൾ ഒരു ദിവസം എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു, സാർ kindly give me your account number, I want to give you an offering. ഞാൻ നോക്കി വായിച്ചത് പേരുമില്ല, നാളുമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ ഇതിന്റെ എന്തുവാ ഇത് തിരിച്ചു നോക്കിയപ്പം ഒരു നീഗ്രോയുടെ പടം കിടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, ഇപ്പൊ നീഗ്രോകളെല്ലാം കളിപ്പിക്കാൻ നടക്കില്ലേ, അതുകൊണ്ട് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി അരട്ട് തന്നാന്ന് വിചാരിച്ചു. പ്രൊഫൈൽ നോക്കിയപ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല. 10-15 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഇതേ ആള് എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു, സാർ യു കെയിം ടു യുവർ ചർച്ച് ഫ്രണ്ട് ഓഫ് ലൈഫ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറച്ചേറെ വിശദമായിട്ട് എഴുതിയ ശേഷം ഗീവ് മീ യുവർ അക്കൗണ്ട് നമ്പർ, ഐ വാണ്ട് ടു ഗിവ് യു ആൻ ഓഫർ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ സഹോദരിക്ക് എന്നെ അറിയാവുന്ന ആളാണ്. ഞാനിത് കൊടുത്തു, എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. അവരെനിക്ക് എത്ര രൂപ നിങ്ങൾക്കാർക്ക് പറയാമോ? അവർക്ക് പറയാമോ? ഒറ്റ പ്രാവശ്യം എന്നെ സഹായിച്ചു. അവർ സഹായിച്ചെത്രയെന്ന് അറിയാമോ? 25 lakhs rupees. അതെ, ഒറ്റ പ്രാവശ്യം അവർ എന്നെ സഹായിച്ചു. ചെറുപ്പക്കാരി സഹോദരി, ഞാൻ അവരെ ഇന്ന് വരെ കണ്ടിട്ടില്ല. ന്യായമായ കൂലി തരാമെന്ന് പറഞ്ഞ കർത്താവ് 25 ലക്ഷം രൂപ ആ സഹോദരി കൂടെ എനിക്ക് വേണ്ടി തന്നു. സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് ബിൽഡിംഗ് പണി ആരംഭിച്ചത്. ഇന്ന് അവരുടെ പേരെന്ന് പറഞ്ഞ് ടെമിറ്റോപ്പി ഫെഹിൻഡോള എന്നാണ്. ടെമിറ്റോപ്പി ഫെഹിൻഡോള. ഞാൻ ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരി അത്രയും പൈസ എനിക്ക് അയച്ചു. അതുകൊണ്ട് അവിടെ ബിൽഡിംഗ് പണിയാണ്. ഇന്ന് 3 നില കെട്ടിടം അവിടെ ഉണ്ട്. കർത്താവ് സഹായിച്ചു. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ, വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ കർത്താവ് നിർമ്മാനിക്കും. വിധിപാസ്റ്റിയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ഒരു മടി കാണിക്കണ്ട. ന്യായമായ കൂലി തരാമെന്ന് കർത്താവ് ഒന്നും ഭാരപ്പെടണം. ആത്മാക്കളെ കർത്താവ് തരും. ഓക്കെ, സിസ്റ്ററെ, പേരുകൊണ്ട് എനിക്ക് തോന്നുന്നു ഹിന്ദു മാർഗത്തിന് വിശ്വാസി വന്ന ആളാണ്. ആണോ? അതെ, സ്തോത്രം. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല തന്നെ പറയാം. അപ്പോൾ ഞാൻ തീർക്കാൻ പോവുകയാണ്. ഇനി സമയമായി, 12 മണിയാവുന്നില്ലേ? അവിടെ 12 മണിയായില്ലേ? അപ്പൊ ഞാൻ വേഗത്തിൽ നിർത്താം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ഇതിന്റെ കത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 10 വ്യത്യസ്ത അനുഭവങ്ങളിൽ, അവസ്ഥകളിൽ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 10 വ്യത്യസ്ത സമയങ്ങളിൽ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഒരു പ്രാവശ്യം മാത്രം ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് തന്റെ അടിമ ശിഷ്യനായിരുന്ന പൗലോസിനെ പ്രത്യക്ഷനായി. അപ്പം അതാണ് നമ്മൾ ഇനിയും പ്രസംഗിക്കാനും പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അതിലാദ്യത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ആർക്കായിരുന്നു? യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടും. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ആർക്കാണ്? മറിയയ്ക്ക്. ഏത് മറിയയ്ക്ക്? മറിയമാർ 7 എണ്ണം കൊണ്ട് വരും. അതേത് മറിയയ്ക്ക്? മലങ്കരക്കാരി മറിയയ്ക്ക്, മലങ്കരക്കാരി മറിയയ്ക്ക്. അതിനെ കുറിച്ച് നമ്മള് അടുത്ത ആഴ്ച ചിന്തിക്കും. അത് നിങ്ങൾ ചിന്തിക്കാനും പഠിക്കാനുമുള്ള ഒരു നല്ല ഭാഗമാണ്. ഞാൻ അതിനകത്തില് മറിയ കല്ലറക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മറിയ ചോദിച്ച 3 പ്രശ്നങ്ങൾ നമുക്ക് ആ ഭാഗത്ത് പഠിക്കാം.
അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഓക്കെ, നിർത്തട്ടെയോ? ഓക്കെ സാറേ, പ്രൈസ് ലോർഡ്. കാരണം ഞാൻ നിമിഷിച്ച് ഓർത്ത് മാത്രമാണ് ഇപ്പൊ തന്നെ കണ്ണ് തൂങ്ങി കഴിഞ്ഞു ഇല്ലേ? അതുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. കഷ്ടമല്ലേ, രാവിലെ മുതല് 12 മണിയായി ഇവിടെ, നമുക്ക് ഇവിടെ 8:30 ആയതുള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. ഫസ്റ്റ് ബിജു ജോർജ് പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാട്ടെ.